നമ്മൾ നോക്കാൻ പോകുന്നത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന മാക്സ് ബീഹൂം എഴുതിയ ഒരു എസ്സേ ആണ്. അപ്പോൾ നമുക്ക് എസ്സേയിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ് ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്. I have been taken out for walks, but that is another matter. Even while I trotted prattling by my nurse's side, I regretted the good old days when I had and wasn't a perambulator. When I grew up, it seemed to me that the one advantage of living in London was that nobody even wanted me to come out for a walk. London's very drawbacks, its endless noise and hustle, its smoky air, the squalor abused everywhere in it, assured this one immunity. Whenever I was with friends in the country, I know that at any moment, unless rain were actually falling, some man might suddenly say, "Come out for a walk." In that sharp imperative tone, which he would not dream of using it, people seem to think there is something inherently noble and virtuous in the desire to go for a walk. Anyone thus desirous feels that he has a right to impose his will on whomever he sees comfortably settled in an armchair reading. It is easy to say simply no to an old friend. In the case of a mere acquaintance, one wants some excuse. I wish I could, but nothing ever occurs to me except I have some letters to write. This formula is unsatisfactory in three ways. First, it isn't believed. Second, it compels you to rise from your chair, go to the writing table, and sit improvising a letter to somebody until the walk monger shall have lumbered out of the room. It won't operate on Sunday mornings. There's no post out till this evening clinches the matter, and you may as well go quietly. അപ്പോൾ നമ്മുടെ മാക്സ് ബീഹൂം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇറങ്ങി നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടിക്കാലം മുതലേ ഈ നടക്കുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് വാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ ലണ്ടൻ എന്ന് പറയുന്ന മഹാനഗരത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലണ്ടൻ പോലൊരു സിറ്റിയിൽ ആരും അദ്ദേഹത്തെ വാക്കിങ്ങിനായിട്ട് വിളിക്കില്ല, അല്ലെങ്കിൽ ആരും മറ്റുള്ളവരെ ഇങ്ങനെ വാക്ക് ചെയ്യാനായിട്ട് വിളിക്കില്ല. അപ്പോൾ ലണ്ടൻ നമ്മൾ എടുത്തു നോക്കി അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതായത് നോയിസ്, അങ്ങനെയുള്ള സ്മോക്കി എയർ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ഇമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ വാക്കിങ്ങിനാരും വിളിക്കാത്തതാണ്. ഇപ്പോൾ അദ്ദേഹം കൺട്രി സൈഡ് അല്ലെങ്കിൽ വില്ലേജിലാണ് ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും വേണോ അദ്ദേഹത്തെ വന്ന്, മഴയില്ലാത്ത സമയത്ത് എപ്പോഴും വേണോ അദ്ദേഹത്തിനെ വന്ന് ഒരു വാക്കിങ്ങിന് വേണ്ടി ക്ഷണിക്കാം. അപ്പോൾ ഈ കം ഔട്ട് ഫോർ എ വാക്ക് അല്ലെങ്കിൽ ഒരു ഇമ്പറേറ്റീവ് ടോൺ അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു കമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട്സ് വന്ന് വിളിക്കാറുള്ളത്. അവരെ ഉദ്ദേശം അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്കെന്തോ റൈറ്റ് ഉള്ളത് കണക്ക് അല്ലെങ്കിൽ അവർക്കെന്തോ അധികാരമുള്ളത് കണക്ക് ഈ ചുമ്മാ ഈ ആം ചെയർ ഇരുന്ന് എന്തെങ്കിലും റീഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവർക്കൊരു അധികാരമുണ്ട്, അങ്ങനെ ഒരു അവർ കംഫർട്ടബിൾ ആയ ആളിനെ വിളിച്ചുകൊണ്ട് പോകാൻ അവർക്കൊരു അധികാരമുള്ള ഫീലിലാണ് അവർ ഇങ്ങനെ കമാൻഡ് ചെയ്ത് വിളിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഓൾഡ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് മുന്നേ പരിചയമുള്ള ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നോ പറയാം. പക്ഷേ ഇപ്പോൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ അടുത്ത് പരിചയപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ അതിനെന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ആർക്കോ എഴുതാനുണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് പറയുമ്പോൾ 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആദ്യം, ഇറ്റ് ഈസ് ഇൻ ബിലീവ്ഡ്, അത് വിശ്വസിക്കാൻ ചിലപ്പോൾ സാധ്യതയില്ല. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ, ഗോ ടു ദ റൈറ്റിംഗ് ടേബിൾ ആൻഡ് സിറ്റ് ഇംപോറൈസിങ് എ ലെറ്റർ ടു സംബഡി അണ്ടിൽ ദ വാക്ക് മോങ്കർ ഷൾ ഹാവ് ലംബേർഡ് ഔട്ട് ഓഫ് ദ റൂം. അപ്പോൾ സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ചെയർ നമ്മൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് റൈറ്റിംഗ് ടേബിളിൽ പോവേണ്ടിയും അവിടെ ഒരു ലെറ്റർ എഴുതുന്നത് പോലെ ആക്ട് ചെയ്യേണ്ട ആവശ്യവും വരും. അതായത് ഈ ആൾ പോകുന്നത് വരെ, നമ്മളെ വിളിക്കാനൊന്ന് ആൾ പോകുന്നത് വരെ നമ്മളങ്ങനെ ആക്ട് ചെയ്യേണ്ട ആവശ്യകത വരും. മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ, ഇത് സൺഡേ മോർണിംഗ്സിൽ വർക്ക് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ സൺഡേ മോർണിംഗ്സിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ആ ലെറ്റർ അയക്കുന്ന സ്ഥലം അവധിയായിരിക്കും, ഈവനിങ് വരെ അവധിയായിരിക്കും. അതുകൊണ്ട് ഇത് സൺഡേ മോർണിംഗ്സ് വർക്ക് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ക്വയറ്റായിട്ട് ഇയാളുടെ കൂടെ പോയേ മതിയാവുള്ളൂ.
Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. My objection to it is that it stops the brain. Many a man has professed to me that his brain never works so well as when he is swinging along the high roads or over hill and dale. This boast is not confirmed by my memory of anybody who, on a Sunday morning, has forced me to partake of his adventure. Experience teaches me that whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on a hearth rug, quickly leaves him when he takes one out for a walk. The ideas that came so thick and fast to him in any room, where are they now? Where is the encyclopedic knowledge which he bore so lightly? Where the kindling fancy that played like summer lightning over any topic that was started? The man's face that was so mobile is set now. Gone is the light from his fine eyes. He says that A is thoroughly good fellow. 50 yards further on, he adds that A is one of the best fellows that I has ever met. We tramp another furlong or so, and he says that Mrs. A is a charming woman. Presently, he adds that she is one of the most charming women he has ever known. We pass an inn. He reads rapidly aloud to me the King's Arms, licensed to sell ales and spirits. I foresee that during the rest of the walk he will read aloud any inscription that occurs. We pass a milestone. He points at it with a stick and says, Uxminster, 11 miles. We turn a sharp corner at the foot of a hill. He points at the wall and says, drive slowly. I see for a hut or the other side of the hedge bordering the high road, a small notice board. He sees it too. He keeps his eye on it, and in due course, trespassers, he says, will be prosecuted. Poor man, mentally erect. അപ്പോൾ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്, അതായത് വെറുതെ നടക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്ന ഒരു വലിയ അപ്രിസിയേഷൻ വേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതിലേക്ക് നമ്മുടെ എസ്സേയിസ്റ്റിൻ്റെ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചുമ്മാ നടക്കുന്നത് എന്ത് ചെയ്യും, ബ്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യും, ബ്രെയിനിൻ്റെ വാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ നമ്മൾ വെറുതെ നടക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ സാധാരണഗതിയേക്കാൾ കൂടുതൽ ഇങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു സൺഡേ മോർണിംഗിൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് കമ്പയർ ചെയ്ത് നടക്കുന്നവരുടെയൊക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തത് വെച്ചാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഒരു റൈറ്റിങ്ങിനെ പറ്റി വാക്കിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഒരാളുമായിട്ട് നടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ വലിയ കാര്യങ്ങളോ വിജ്ഞാനപരമായ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല സംസാരിക്കുന്നത്, എന്തെങ്കിലും ലൂസ് ടോക്സ് ആയിരിക്കും സംസാരിക്കുക. ഇപ്പോൾ ഒരു ഇമാജിനറി പേഴ്സൺ, ഹീ സേസ് ദാറ്റ് എ ഈസ് എ ഗുഡ് ഫെലോ, അതായത് ഒരാളിനെ പറ്റി ആ ആൾ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും ആൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. മിസ്സസ് എ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ വളരെ ചാമിങ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പിന്നെ ഏതെങ്കിലും ബോർഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ കണ്ടാൽ പിന്നെ അതിനെപ്പറ്റി പറയൽ, ഏതെങ്കിലും മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ മയിൽക്കുറ്റിയൊക്കെ കണ്ടാൽ അത് ഒരു മൈൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെറുതെ ലൂസ് ടോക്സ് സംസാരിച്ചായിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എസ്സേയിസ്റ്റിന് ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെതിരെയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യും. ചുമ്മാ വെറുതെ നടക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. Lengianates, however, salves him and floats him in full sail. Behold him once more, the life and soul of the party. Surely he will never, after the bitter lesson of this morning, go out for another walk. An hour later, I see him striding forth with a new companion. I watched him out of sight. I know what he is saying. He is saying that I am rather a dull man to go for a walk with. He will presently add that I am gone of the dullest man he ever went
for a walk with, then he will devotee himself for reading out the inscriptions. അതായത് ഇപ്പോൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ നടന്നു നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അദ്ദേഹം ഇനി ഇദ്ദേഹത്തിനോട് നടന്നൊരു അത്രയ്ക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം വേറെ ആരുടെ കൂടി നടക്കില്ല എന്ന ചിന്തയായിരുന്നു നമ്മുടെ എസ്ഐസ്റ്റിന്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ വേറൊരാളുടെ കൂടി നടന്നു പോകുന്ന നമ്മുടെ എസ്ഐസ്റ്റ് കണ്ടു. എന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം വാക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ എസ്ഐസ്റ്റിനോടൊപ്പം വാക്ക് ചെയ്യുന്ന ഒരു ഡൾ എക്സ്പീരിയൻസ് ആണ്. ഇദ്ദേഹം കണ്ടതിൽ ഏറ്റവും ഡള്ളസ്റ്റ് പേഴ്സണാണ് നമ്മുടെ നമ്മുടെ എസ്ഐസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ റോഡിൽ കാണുന്ന ഇൻസ്ക്രിപ്ഷൻസ്, ട്രാഫിക് സിഗ്നൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് പോകുമെന്നാണ് നമ്മുടെ എസ്ഐസ്റ്റ് വിചാരിക്കുന്നത്. ഹി കംസ് ഇറ്റ് ദിസ് ഇമ്മീഡിയറ്റ് deterioration in those who go walking for walking sakes. Just what happens? I take it that not by his reasoning faculties is a man urged to this enterprise. He is urged evidently by something in him that transcends reason. By his soul I pursue. Yes, it must be the soul that raps out for the quick march to the body, heart, statues, interposes the brain, and to what destination? It sourcely asks the soul, and on what errand are you sending the body? Oh no, on no errand whatsoever. The soul makes answer, to no destination at all. It is just like you to be always on the lookout for some subtle ulterior motive. The body is going out because the mere fact of its doing so is a sure indication of nobility, probity, and rugged grandeur of character. Very well, Vagula, have your own Viola. But I says, the brain flatly refused to be mixed up in this tomfoolery. I shall go to sleep till it is over. The brain then wraps itself up in its own convolutions and falls into a dreamless slumber from which nothing can rouse it till the body has been safely deposited indoors again. അതായത് നമ്മളിങ്ങനെ വെറുതെ വാക്കിംഗ് സേക്കിന് വിടുന്നത് നമ്മുടെ സോളാണ്, ബ്രെയിൻ അല്ല എന്നാണ് നമ്മുടെ എസ്ഐസ്റ്റ് പറയുന്നത്. ബ്രെയിൻ ഈ സമയത്ത് മുഴുവനും റെസ്റ്റിലായിരിക്കും. നമ്മൾ വെറുതെ നടക്കുമ്പോഴെല്ലാം ബ്രെയിൻ റെസ്റ്റിലായിരിക്കും. അപ്പോൾ വാക്കിംഗ് സമയത്ത് നമ്മുടെ സോളായിരിക്കും നമ്മളെ നയിക്കുക. അപ്പോൾ ബ്രെയിനും സോളും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നാൽ എന്ത് പർപ്പസിനാണ് ഈ നടത്തമെന്ന് ബ്രെയിൻ ചോദിച്ചാൽ വെറുതെ ഒരു ഡെസ്റ്റിനേഷനും ഇല്ല എന്നുള്ളതായിരിക്കും സോളിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഈ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നൊബിലിറ്റിയും പ്രോബിറ്റിയും അതുപോലെ തന്നെ റഗ് ഗ്രാൻഡർ ഓഫ് ക്യാരക്ടർ, ഇത് മൂന്നും കാണിക്കാനായിരിക്കും നമ്മുടെ സോള് ആ മനുഷ്യനെ മുന്നോട്ട് നടത്തിക്കുക. അതിന് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷനോ അങ്ങനെ ഒരു ലക്ഷ്യമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മുടെ ബ്രെയിൻ വേക്കപ്പ് ആകത്തില്ല, അത് സ്ലീപ്പിലായിരിക്കും, ഒരു ഡ്രീംലെസ് സ്ലീപ്പിലായിരിക്കും. തിരിച്ച് ഇൻഡോഴ്സിലെത്തിയാൽ അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും റെസ്റ്റ് അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഒരു പർട്ടിക്കുലർ ഒരു വിഷനോടുകൂടി അല്ലെങ്കിൽ ഒരു എയിമോടുകൂടി ഒരു നേരത്തെ എത്തിയാൽ മാത്രമേ അത് വേക്കപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് നമ്മുടെ എസ്ഐസ് പറയുന്നത്. Even if you go to some definite place for some definite purpose, the brain would rather you took a vehicle, but it does not make a point of this. It will serve you well enough unless you are going out for a walk. It won't, while your legs are vying with each other, do any deep thinking for you, nor even any close thinking, but it will do a number of small odd jobs for you willingly, provided that your legs also are making themselves useful, not merely bandying you about to gratify the pride of the soul, such as it. This essay was composed in the course of walk this morning. I am not one of those extremists who must have a vehicle to every destination. I never go out of my way, as it were, to avoid exercise. I take it as it comes and take it in good part. Those valetudinarians who are always chattering about it and indulging in it to excess, there's no reason for despising it. I am inclined to think that in moderation
It is rather good for one physically, but spending a time when no people wish me to go and see themselves, and I have no wish to go and see anyone, and there is nothing whatever for me to do off my own premises, I never will go out for a walk. അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉടനെ പറയും ഒരു വെഹിക്കിൾ എടുത്ത് പോകുക, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണമെങ്കിൽ ഒരു വെഹിക്കിൾ എടുത്ത് പോകുക എന്നൊക്കെ നമ്മുടെ ബ്രെയിൻ പറയും. അപ്പോൾ ലക്ഷ്യമില്ലാത്ത യാത്രകൾ മാത്രമേ ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അർജൻറ്റാണെങ്കിൽ ബ്രെയിൻ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ കാൽ ക്ഷീണിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓതർ തന്നെ ഈ എസ്സേ എഴുതുന്നത്, അല്ലെങ്കിൽ എസ്സേക്കുള്ള കോൺസെപ്റ്റ് കിട്ടുന്നത് ഇദ്ദേഹം ഒരു വാക്കിന് പോയ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വാക്കിന് പോയ സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു ചിന്ത മനസ്സിൽ വരികയും ആ ചിന്തയ്ക്ക് വേണ്ടി ആ ബ്രെയിൻ വർക്ക് ചെയ്യുകയും ചെയ്തു. അതായത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചാണ് അദ്ദേഹം ഈ എസ്സേ എഴുതുന്നത്. അതിനുശേഷം ഇപ്പോൾ വാക്കിംഗ് വഴി എക്സസൈസ് കിട്ടുമെന്ന് വെച്ചാൽ അദ്ദേഹം എക്സസൈസിന് വേണ്ടി ചെയ്യാറില്ല, ഇപ്പോൾ ചെയ്യുമ്പോൾ അതൊരു എക്സസൈസ് ആയിട്ട് എടുക്കും. അങ്ങനെയുള്ള രീതിയാണ് നമ്മുടെ എസ്സേയിസ്റ്റ് നല്ലത്, അല്ലെങ്കിൽ ആ എസ്സേയിസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും ഒരു വാക്കിന് വേണ്ടി പോകാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. ഇതാണ് നമ്മുടെ എസ്സേ. താങ്ക് യു.